ഇനി അതിന് വേണ്ടത് ഒരച്ഛനെന്ന നിലയിൽ വിപിയുടെ ഫുൾ സപ്പോർട്ടാണ്. അവളോടുള്ള ദേഷ്യവും വെറുപ്പും ഒക്കെ മറന്ന് പഴയതുപോലെ അവളോട് സ്നേഹത്തോടെ പെരുമാറണം. വിപി അവളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആവണം. ജീവിതത്തിന്റെ നല്ല വശങ്ങളെക്കുറിച്ച് പറഞ്ഞ് അവളെ മോട്ടിവേറ്റ് ചെയ്യണം. വിപി കൂടെ മനസ്സ് വെച്ചാലേ അവളെ നമുക്ക് നമ്മൾ ആഗ്രഹിക്കും പോലെ ആക്കിയെടുക്കാൻ പറ്റൂ. ഞാനതിന് ശ്രമിക്കാനിട്ടാണോ ഗീത? അവളുടെ ആറ്റിറ്റ്യൂഡല്ലേ എന്നെ ഇത്രയും കൺഫ്യൂസ്ഡ് ആക്കിയത്. അതൊക്കെ മറന്നേക്ക് വിപി. അപ്പൂനിപ്പോ ആവശ്യം നമ്മുടെ സ്നേഹവും സപ്പോർട്ടും ആണ്. വിപി അവളോട് സംസാരിക്കണം. ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ വിപി തന്നെ അവളെ പോയി വിളിക്കണം. എന്താ, സമ്മതമല്ലേ? ഇതെന്താ അച്ഛനും മോളും അവാർഡ് മൂവി പോലെ? എത്ര ദിവസമായി നമ്മൾ മൂന്നുപേരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചിട്ട്? എന്നിട്ട് ആർക്കും ഒന്നും മിണ്ടാനും പറയാനും ഇല്ലേ? ഇത് ശരിയാവൂല കേട്ടോ. താനിരിക്കേ. അപ്പോ ഐ എം റിയലി സോറി. അച്ഛൻ നിന്നെ ഒരുപാട് വിഷമിപ്പിച്ചു. അച്ഛൻ എന്നെ അല്ലല്ലോ, അച്ഛനെ ഞാനല്ലേ വേദനിപ്പിച്ചത്. അതിന് ഞാനും അച്ഛനോട് സോറി പറയുന്നു. അത് ശരി. അപ്പൊ രണ്ടുപേരെയും കോംപ്രമൈസ് ആക്കിയ എന്നെ ആരും കോംപ്ലിമെന്റ് ചെയ്യുന്നില്ലേ? ഓ, രണ്ടുപേരുടെയും ശരി തന്നെയാ എനിക്ക് കിട്ടാവുന്ന കോംപ്ലിമെന്റ്. ഐ എം സോ ഹാപ്പി. അപ്പോ ഇനി നിന്നോട് അച്ഛൻ ഗൗരവമുള്ളൊരു കാര്യം പറയാം. നമുക്കിടയിലുള്ള ഇപ്പോഴത്തെ ഈ ഇഷ്യൂസിനിടയിൽ നിന്റെ സ്റ്റഡീസ് ആകെ അലങ്കോലമായിട്ടുണ്ടെന്ന് എനിക്കറിയാം. അത് പാടില്ല. മുടക്കിയതും ഉഴപ്പിയതുമൊക്കെ എത്രയും പെട്ടെന്ന് പാച്ചപ്പ് ആക്കി എടുക്കണം, നല്ല മാർക്കോടെ. ഐ മീൻ, കഴിയുമെങ്കിൽ നിന്റെ ബാച്ചിലെ ടോപ്പ് സ്കോററായിട്ട് തന്നെ നീ മാറണം. പോ. നിന്നെ കളിയാക്കിയവർക്കും ഇൻസൾട്ട് ചെയ്തവർക്കൊക്കെ അങ്ങനെ വേണം നീ മറുപടി കൊടുക്കാൻ. ഞാൻ ശ്രമിക്കാച്ചോ. അങ്ങനെ വെറുതെ ശ്രമിച്ചു നോക്കിയാൽ പോരാ, ആ ഡിറ്റർമിനേഷനോട് കൂടി വേണം പഠിക്കാൻ. മനസ്സിരുത്തി ശ്രമിച്ചാൽ നിനക്കതിന് കഴിയുമെന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. ആ വിശ്വാസം എനിക്കുണ്ട്. കോഴ്സ് കഴിഞ്ഞാൽ പിന്നെ ഒട്ടും വൈകാതെ തന്നെ IAS കോച്ചിങ്ങിന് ചേരണം. PG കൂട്ടത്തിൽ അങ്ങ് നടന്നോളും. മെയിൻ ഫോക്കസ് സിവിൽ സർവീസ് എക്സാമിനേഷൻ തന്നെ ആയിരിക്കണം. കഴിയുമെങ്കിൽ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ഗോൾ അച്ചീവ് ചെയ്യാൻ നോക്കണം. മോള് IAS ആക്കി അടങ്ങുന്നതാണോ VP? എന്താ സംശയം ഗീത? എൻ്റെ ഏറ്റവും വലിയ സ്വപ്നമാണത്. സ്വപ്നം എന്നല്ല, വാശിന്ന് വേണം പറയാൻ. എനിക്ക് സാധിക്കാതെ പോയത് എൻ്റെ മോളിലൂടെ എനിക്ക് നേടിയെടുക്കണം. എന്താപ്പോ എൻ്റെ ഈ വാശിയും സ്വപ്നമൊക്കെ നേടിയെടുക്കാൻ നീ കൂടെ നിൽക്കില്ലേ? അതൊക്കെ ഞാൻ സാധിച്ചു തരും. പക്ഷേ എന്നെ എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാൻ വിടണം. അതെന്താ നീ അങ്ങനെ പറഞ്ഞത്? അതെന്താണെന്നറിയോ VP? അവക്കിപ്പോഴൊന്നും കല്യാണം കഴിഞ്ഞ് സെറ്റിലാവാൻ താല്പര്യമില്ലെന്ന് എന്നോട് നേരത്തെ പറഞ്ഞിരുന്നു. VP അവൾ അതിനെ നിർബന്ധിക്കുമെന്ന് അവൾക്ക് നല്ല പേടിയുണ്ട്. ഓ, അതാണോ? അതൊക്കെ പിന്നെയുള്ള കാര്യമല്ലേ. എൻ്റെ ഡിമാൻഡ് ഇത്രയേ ഉള്ളൂ. അപൂർവ വിജയ് IAS എന്ന ഈ വീടിൻ്റെ മുമ്പിൽ എനിക്കൊരു നെയിം ബോർഡ് വെക്കണം. ഓക്കെ, ഞാൻ ഏറ്റു.